ശ്രീ ശ്യാംകുമാർ, ഇതിപ്പോൾ ഏതാണ്ട് 2-3 ദിവസമായി കേരളം വളരെ ശ്രദ്ധയോടെ, വളരെ ആശങ്കയോടെ, വളരെ ഗൗരവത്തോടെ കേൾക്കുന്ന ഒരു പ്രശ്നമാണിത്. അതിൻ്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു, ഏതൊക്കെ നിലകളിൽ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു എന്ന് ശ്രദ്ധിക്കുന്ന ഒരു വളരെ ഗൗരവപ്പെട്ട ഒരു സമൂഹം തന്നെയാണ് കേരളത്തിൻ്റേത്. അതേതെങ്കിലും തരത്തിൽ ലജ്ജിച്ച്, നമ്മൾ ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ ലജ്ജിക്കുക, തലതാഴ്ത്തുക എന്നൊക്കെ പറയുന്നതിനപ്പുറം ഇത് ഈ നാട്ടിൽ ഇനി ആവർത്തിക്കാതിരിക്കത്തക്ക വിധം ശക്തമായൊരു സാമൂഹ്യ രാഷ്ട്രീയ പൊതുബോധവും ജാഗ്രതയുമല്ലേ കേരളത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത്? ഏറ്റവും പ്രധാനം അതുതന്നെയല്ലേ? എന്താണ് ഈ വാളയാർ സംഭവം കേരളത്തെ പഠിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്? നമ്മൾ കേരളീയ സമൂഹം വളരെ പരിഷ്കൃതമാണെന്നും പുരോഗമനാത്മകമായ നിലപാട് കൈക്കൊള്ളുന്ന ഒരു സമൂഹമാണെന്നും ഉള്ളൊരു ഖ്യാതി ഇന്ത്യയിൽ ആകമാനം അത്തരമൊരു ഖ്യാതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ യാത്രാമധ്യേ ഒരു വീഡിയോ കാണാനുണ്ടായത് ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ന്യൂസ് ചാനലിന്റെ ചർച്ചയാണ്. ആ ചർച്ചയുടെ തലക്കെട്ട് തന്നെ ഗോഡ്സ് ഓൺ കൺട്രിയിൽ മോബ് ലിഞ്ചിങ് എന്നാണ് ആ ടൈറ്റിൽ. ഗോഡ്സ് ഓൺ കൺട്രിയിൽ മോബ് ലിഞ്ചിങ്, ദൈവത്തിന്റെ സ്വന്തം നാട്ടില് നടക്കുന്ന ആൾക്കൂട്ടാക്രമണം. ആ ടൈറ്റിൽ തന്നെ എത്രമാത്രം കേരളത്തെ സംബന്ധിച്ച വളരെ ഒരു എന്താ പറയുന്നത്, ലോകത്തിന് മുമ്പിൽ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു അവസ്ഥാവിശേഷമായിട്ട് ഈ വാളയാറിലെ സംഭവവികാസങ്ങൾ മാറി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇതിന് പലതരത്തിലുള്ള തലങ്ങളുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിലെ ഒന്ന് എന്ന് പറയുന്നത്, കേരള സമൂഹം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പുരോഗമനാത്മകമായ നിലപാടുള്ള പരിഷ്കൃത സമൂഹമാണ് എന്ന് പറയുമ്പോൾ പോലും കേരള സമൂഹത്തിന്റെ അടിത്തട്ടിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ജാതിവംശീയ ബോധങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് ഈ രാംനാരായണന്റെ കൊലപാതകം തെളിയിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു സാധാരണ ആൾക്കൂട്ടാക്രമണം എന്ന് പറയാൻ കഴിയില്ല, അതൊരു ജാതിവംശീയ കൊലപാതകമാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് പ്രതികളായിട്ട് ചേർക്കപ്പെട്ടിട്ടുള്ള ഹിന്ദുത്വവാദികളുടെ അവരുടെ ഒരു ദൃശ്യത തന്നെ തെളിയിക്കുന്ന എത്രമാത്രം ഭീകരമായിട്ടാണ് ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം മനുഷ്യർക്കിടയിൽ ആഴത്തിൽ വെറുപ്പ് സൃഷ്ടിക്കുക എന്നുള്ളതും ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. കാരണം ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തിയോട് ചോദിച്ചത്, നിങ്ങൾ ഒരു ബംഗ്ലാദേശി മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ക്രൂരമായ ഹിംസയ്ക്ക് വിധേയമാക്കിയത് എന്നുള്ളതാണ്. അപ്പൊ ഒരു മുസ്ലിം ആണെങ്കിൽ ബംഗ്ലാദേശി ആണെങ്കിൽ തല്ലിക്കൊല്ലാം എന്ന് പറയുന്ന ഒരു പൊതുബോധം എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു ചർച്ച ഉയർന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞത്, അവരെ ഒരു നുഴഞ്ഞുകയറ്റക്കാരായിട്ട് ഹിന്ദുത്വവാദികൾ സ്ഥാനപ്പെടുത്തുന്നതിന് തുല്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് പോലും ഹിന്ദുത്വ പൊതുബോധം എത്ര ഭീകരമായിട്ടാണ് ജനാധിപത്യ സ്ഥാപനങ്ങളെ പോലും ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് നമ്മൾ ഈ വിഷയത്തെയൊക്കെ പരിഗണിക്കണം. അപ്പം രണ്ട് കാര്യങ്ങളാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വരുന്നത്. ഒന്ന്, കേരള സമൂഹത്തിന്റെ അടിത്തട്ടിൽ ആഴത്തിൽ വിലീനമായിരിക്കുന്ന ജാതിവംശീയ ബോധം ഇപ്പോഴും ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ആണെങ്കിൽ ഈ രീതിയിൽ ആക്രമിക്കാൻ ധൈര്യപ്പെടില്ല കേരള സമൂഹം. അപ്പൊ അൺപ്രിവിലേജഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ, ഒരു ബംഗ്ലാദേശി, ഒരു മുസ്ലിമിനെ തല്ലിക്കൊല്ലാം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരള സമൂഹം എത്തിപ്പെട്ടു എന്നുള്ളത് കേരളത്തിന്റെ പൊതുബോധത്തിൽ ആഴത്തിൽ ഈ മുസ്ലിങ്ങൾക്കെതിരായ, ദളിതർക്കെതിരായ, ആദിവാസികൾക്കെതിരായ ഒരു വെറുപ്പ് പടർത്തുന്നതിൽ ഹിന്ദുത്വം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ ഈ വിഷയത്തെ നമ്മൾ സമഗ്രമായിട്ട് പഠിക്കാതെ, ഈ വിഷയത്തെ സമഗ്രമായിട്ട് സമീപിക്കാതെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ മറികടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കേരള സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പാരസ്പര്യത്തിന്റെ രാഷ്ട്രീയമുണ്ട്, ഒരു സഹജീവനത്തിന്റെ രാഷ്ട്രീയമുണ്ട്. ആ സഹജീവനത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ദളിതരും പിന്നോക്കക്കാരും ആദിവാസികളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ചേരുന്ന ഒരു പാരസ്പര്യ സഹജീവനത്തിന്റെ രാഷ്ട്രീയം തീർച്ചയായിട്ടും കേരളത്തിലുണ്ട്. അതില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. വർത്തമാനകാല കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ പാരസ്പര്യ സഹജീവനത്തിന്റെ ആശയത്തെ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിക്കുന്ന രീതിയിൽ വാട്സപ്പിലൂടെ ധാരാളം വെറുപ്പിന്റെ രാഷ്ട്രീയം ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും വേഗത്തിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം പടർന്ന് പന്തലിക്കുന്നത്. അതിനെ തടയിടാൻ, അതിനെ കാര്യക്ഷമമായിട്ട് അതിനെ ബദലായിട്ട് സാഹോദര്യത്തിന്റെ ഒരു രാഷ്ട്രീയം പണിയാൻ നമുക്ക് എന്തൊക്കെയോ പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ആൾക്കൂട്ടാക്രമണം തെളിയിക്കുന്നത്. തന്നെയല്ല, ഇതിനു മുമ്പ് നടന്ന സംഭവവികാസങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. മധുവിന്റെ കൊലപാതകം, അതുപോലെ തന്നെ കോഴിക്കോട്
മെഡിക്കൽ കോളേജിലെ ചില സമൂഹഘാതങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആദിവാസി ആത്മഹത്യ ചെയ്ത സംഭവം, യഥാർത്ഥത്തിൽ അതിന് ആത്മഹത്യ എന്നല്ല വിശേഷിക്കേണ്ട, അത് മറ്റൊരു കൊലപാതകമാണ്. രാജേഷ് മാഞ്ചിയുടെ കൊലപാതകം, ആൾക്കൂട്ട ആക്രമണം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കൊലപാതകം. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്ന എന്താണ്? നമ്മുടെ സമൂഹത്തില് ഈ പറയുന്ന ബംഗ്ലാദേശികളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, അതുപോലെ തന്നെ അതിഥി തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ മനുഷ്യരാണ് കേരളത്തെ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിപ്പണിക്ക്, കെട്ടിട നിർമ്മാണ രംഗത്ത്, ഹോട്ടലുകളില്. അപ്പൊ ഈ മനുഷ്യരുടെ അധ്വാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ നവകേരളം സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ നവകേരളം എന്ന് പറയുന്ന സങ്കല്പത്തിനകത്തുനിന്ന്, ആധുനിക കേരളം എന്ന് പറയുന്ന സങ്കല്പത്തിനകത്തുനിന്ന് ഈ പറയുന്ന മനുഷ്യരെയെല്ലാം മാറ്റി നിർത്തുന്ന ഒരു പുറന്തള്ളുന്ന ഒരു വ്യവസ്ഥാക്രമ ഹിന്ദുത്വവാദികൾ സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ ഉൽപ്പത്തി കേന്ദ്രം രണ്ടാണ്. അതിലൊന്ന് ഹിന്ദുത്വ വംശീയവാദമാണ്, രണ്ട് അത് ഇസ്ലാമോഫോബിയയിലും ദളിതരോടും ആദിവാസികളോടുള്ള വെറുപ്പിന്റെ രാഷ്ട്രീയത്തിലും അധിഷ്ഠിതമാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് ഈ രാഷ്ട്രീയം ലക്ഷ്യമാക്കുന്നത് കേരളത്തിന്റെ മണ്ണിനെ സമ്പൂർണമായിട്ടും ആർ എസ് എസ് വൽക്കരിക്കുക, ഈ ഹിന്ദുത്വവൽക്കരിക്കുക, അതിലൂടെ വെറുപ്പിന്റെയും വിഭജനത്തിന്റെയും ഒരു സംഗതി, ഒരു വലിയ രാഷ്ട്രീയം നമ്മുടെ സമൂഹത്തിൽ പടർത്തിക്കൊണ്ട് കേരള സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായിട്ട് റദ്ദ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് ഇത് കേവലം ഒരു സംഭവഘാതമല്ല, ഒരു രാഷ്ട്രീയ അടയാളമായിട്ട് നമ്മൾ കാണണം. ഈ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ നമ്മൾ തടഞ്ഞിട്ടില്ലെങ്കിൽ കേരള സമൂഹം വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്.